ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നറിയത്തില്ല. നമ്മുടെ ചാനലിൽ തന്നെയാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കേരള ലൈൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞിട്ട്. അതേ വണ്ടി തന്നെയാണ് ഗായ്സ്. ഈ വണ്ടി അവർ മോഡിഫൈ ചെയ്ത് എല്ലാം സെറ്റാക്കി വണ്ടി പൊളിയാക്കി സ്ലീപ്പർ മോഡലിൽ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പം ടോട്ടൽ 4 ബസ്സുകളുണ്ട്. 2 ബാംഗ്ലൂർ എറണാകുളവും 2 ബാംഗ്ലൂർ ട്രിവാൻഡ്രമാണ്. വണ്ടി കണ്ടില്ല, ഒരു രക്ഷയില്ല. ഇപ്പം ട്രിവാൻഡ്രം ബാംഗ്ലൂർ റൂട്ടിൽ സ്കാനിയ സ്ലീപ്പർ ഒരു ബസ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള ലൈൻസിനുണ്ട്. വളരെ അഫോർഡബിൾ ആണ്. ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഗൈസ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാൻ പറ്റുമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടിരിക്കുക, ഈ വണ്ടിയുടെ അവസ്ഥ എന്തായിരുന്നെന്ന്. ആ അവസ്ഥയിൽ നിന്ന് അവർ ഇത്രയും അടിപൊളിയാക്കിയിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ഇതിന് ഇത്രയും ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു ലൈലാൻഡിൻ്റെ 13 മീറ്റർ ബസ് മേടിക്കുന്ന കാശ് തന്നെ ആയിക്കാണ്. കാരണം സ്ലീപ്പറിൻ്റെ ഇൻറ്റീരിയർ, പിന്നെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ വർക്കുകൾ, പെയിൻറ്റിങ്, ഇൻറ്റീരിയർ തന്നെ ഒരു നല്ല രീതിയിൽ അടിപൊളിയായിട്ട്. ഈവൻ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ തന്നെ നല്ല മാറ്റമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കേരള ലൈൻസിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവർ അത്രത്തോളം ആ വണ്ടീനെ തിരിച്ചു കൊണ്ടുവന്നു. എത്ര പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്, 2.5 കോടിയുടെ വണ്ടിയുടെ അവസ്ഥ അതാണെന്നൊക്കെ ഈവൻ ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ആ വണ്ടിയുടെ അത്രയും അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരതിനെ ഇത്രയും 100 മടങ്ങ് ശക്തിയിൽ തിരിച്ചു വരുന്നെന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിൽ ഇവർ തിരിച്ച് അടിപൊളിയായിട്ട് കൊണ്ടുവന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സിൽ ബുക്ക് ചെയ്തത് തന്നെ. നല്ല കംഫർട്ടാണ്. ഇൻറ്റീരിയർ ഞാനിപ്പോൾ കാണിച്ചു തരാം.